ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും മുട്ടയും വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മധുരത്തിന് വേണ്ടി ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും മധുരത്തിന്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ അതാ ക്യാരറ്റും മുട്ടയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അത് അരിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ വക്കൊന്നും തട്ടാതെ ഈ ഒരു രീതിയിലാണ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഞാനൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എടുത്തിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മാവോ അല്ലെങ്കിൽ മുട്ടയോ ക്യാരറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും കറക്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഹോളുള്ള നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണിയായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടും. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് ഒരുപാട് ഫ്ലെയിമിന്റെ ആവശ്യമില്ല. നമ്മളിത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് എത്ര പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്നോ അത്രയും പ്രാവശ്യം ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോഴാണ് എല്ലാം ഒരുപോലെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുക. ഞാനിപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ അരിപ്പിൽ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു for watching.